ഹലോ. അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് വരട്ടി വെച്ചു. ഇനി കുറച്ചെടുത്തെടുത്തിട്ട് ഞാൻ പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പൊരിക്കുക ഒരു കുറച്ച് പ്രത്യേക മസാലയൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. ചിലർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ആദ്യം തന്നെ നമുക്കിതെല്ലാം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരലും കുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളിയില്ലേ, അപ്പം തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി വെച്ച് നമ്മൾ കുഞ്ഞുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് അതും നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതുപോലെ നല്ല പോലെ ചതച്ചെടുത്തിട്ട് എല്ലാം ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് ചതയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനിലേക്ക് മസാല പുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് നോക്കാവേ. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതാ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഫ്ലേവർ ചേർത്താൽ മതി. പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതൊരു കളറിനാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അലിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെമ്മീനില്ലേ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഈ മസാലയ്ക്കൊന്ന് ഈ ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. മസാലയ്ക്ക് അതിൽ നല്ലപോലെ പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കുമ്പോൾ രണ്ട് ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളില്ലേ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നപോലെ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഈ മീൻ കുഴയ്ക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതിൽ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ മീൻ കുഴയ്ക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പ് ചേർത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഉപ്പിട്ടിട്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വഴറ്റിയാൽ മതിയേ. അത് കഴിഞ്ഞ ശേഷം അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ചേർത്ത് കുഴച്ച് മാറ്റി വെച്ച് നമ്മുടെ ചെമ്മീനില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി മിക്സാക്കി എടുക്കാം. ഇതെല്ലാം സിമ്മിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ കുറേ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, കുറച്ച് വെളിച്ചെണ്ണയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി മിക്സാക്കിയ ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വേവിക്കുക കേട്ടോ. എന്നിട്ട് ആ 5 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് ഇതുപോലെ പരത്തി വെച്ചിട്ട് നമുക്കില്ലേ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് 2-3 തവണ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ വരട്ടിയതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സവാളയില്ല നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ഇടുന്നത് എന്താ വെച്ചാൽ അതിങ്ങനെ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ സവാള കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് വെച്ച് നമ്മൾ സവാളയും മല്ലിയിലയും അതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാം. സവാളയൊന്നും വഴറ്റി കിട്ടാനൊന്നും വെക്കേണ്ട കേട്ടോ. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതൊരു ബൗളിലേക്ക് വാങ്ങാം. അപ്പം നമ്മളെ ചെമ്മീൻ നല്ല പോലെ ഫ്രൈ ചെയ്തപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വേറെ ടേസ്റ്റാണിത്. ഈ ചതച്ച് വെച്ച മസാലകളുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അതൊരു വേറെ ടേസ്റ്റും നല്ല സ്മെല്ലുമാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് വാങ്ങാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരേപോലെ എപ്പോഴും പൊരിക്കുന്നവർ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്. അത് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ടാറ്റാ.